അർജുനെ ചിതയിലേക്ക് എടുക്കാൻ സമയമായിരിക്കുന്നു. കൃഷ്ണപ്രിയയെ ചേർത്ത് പിടിക്കുകയാണ് അഭിരാമി. കരുത്താർജിക്കാനായിരിക്കാം അഞ്ജു പറയുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അഞ്ജുവിന് പോലും അത് സാധിക്കുന്നില്ല. അയാനുണ്ടായിരുന്നു മടിയിൽ. ഇതിനുടനീളം സാക്ഷിയായ ജിതിൻ നിസ്സംഗനായി നിശബ്ദനായി അർജുൻ അരികിലുണ്ട്. മനാഫ് നേരത്തെ ഒരുപിടി പുഷ്പമെറിയാൻ വന്ന് മനാഫ് വളരെ എന്താ പറയുക, 71 ദിവസത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അർജുനെ തിരിച്ചു കിട്ടി. ഇന്നിപ്പോൾ ദാ അർജുൻ അവസാനമായി വീട്ടിലെത്തിയിരിക്കുന്നു, ഒരു പിടി ചാരം മാത്രമായി അവശേഷിക്കാൻ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അർജുന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് ക്ഷമ ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ജനകോടികളുടെ ഹൃദയങ്ങളിൽ അർജുൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അർജുൻ, നീ ഒരിക്കലും മരിക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ എന്നും അർജുൻ ജീവിച്ചിരിക്കും. ഒരു പിടി ചാരമായി മാറുമെങ്കിലും അർജുൻ, നിനക്ക് മരണമില്ല. ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും അർജുൻ ജീവിച്ചിരിക്കും. ഇത്രയും അധികം സ്നേഹവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ആർക്കും ലഭിച്ചിട്ടുണ്ടാവില്ല. അർജുൻ, നിനക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി. എങ്കിലും ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അർജുൻ്റെ ഈ ഒരു വേർപാട്. 71 ദിവസം കാണാതിരുന്നപ്പോൾ എല്ലാവരും കരുതി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും, അർജുൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് അർജുൻ്റെ ലോറി കണ്ടെത്തിയതും അതുപോലെ അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞതും. പിന്നെ എന്താ പറയുക, മനാഫ് എന്ന ആ സഹോദരൻ അർജുന ഒരു സഹോദരനെ പോലെ കണ്ട് ഇത്രയും നാൾ കൂടെ നിന്ന് അർജുന് വേണ്ടി തെരച്ചിലിന് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അവനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുടുംബത്തിൽ അർജുന് തിരിച്ചു കൊടുക്കുമെന്ന്. പക്ഷേ ജീവനോടെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്താണെങ്കിലും ഒരുപിടി ചാരമായെങ്കിലും അവശേഷിക്കാൻ അവർക്ക് ആ ബോഡിയെങ്കിലും തിരിച്ചു കിട്ടി. ആ ഒരു ഓർമ്മയിലെങ്കിലും അവർക്ക് ജീവിക്കാമല്ലോ. അതും ലഭിച്ചിട്ടില്ലെങ്കിലുള്ള ആ ഒരു വേദന, നീറി കഴിയേണ്ട ആ ഒരു വേദന എത്രമാത്രം വേദനാജനകമായിരിക്കില്ലേ. എന്നിരുന്നാലും അർജുൻ, നിനക്ക് ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടിയിട്ടുണ്ട്. ആർക്കും ലഭിക്കാത്ത അത്രയും പ്രാർത്ഥനകളും എന്താ പറയുക, എല്ലാ ജനങ്ങളുടെ മനസ്സിലും നീ എന്നും ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മുഖമായിട്ട് തന്നെ നീ ഒരു ഓർമ്മയായിരിക്കും. ഈ ഒരു 71 ദിവസത്തെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആർക്കും ലഭിക്കാത്തൊരു തന്നെയാണ്. അർജുൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു ഓരോ കുഞ്ഞു മനസ്സുകളടക്കം അർജുൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇത്രയും നാൾ തള്ളി നീക്കിയത്. എന്നിരുന്നാലും അർജുൻ, നീ ഭാഗ്യവാനാണ്. ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ നീ എന്നും ജീവിച്ചിരിക്കും. അപ്പം എന്താ പറയുക, ആ കുടുംബത്തിൻ്റെ ആ ഒരു വേദനയിൽ നമുക്കും പങ്കുചേരാം. ഒരുപാട് സങ്കടമുണ്ട്, അർജുൻ്റെ വേർപാട് ഒരുപാട് സങ്കടമുണ്ട്. അവനെ കൊണ്ടുവന്നപ്പോഴുള്ള ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ പറയുക, ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാം പൊരുത്തപ്പെട്ട്, ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാൻ മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ കഴിയുള്ളൂ. എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ ലഭിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ കാണുന്ന നിങ്ങളും എന്നെപ്പോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം. ആ അർജുൻ്റെ വൈഫിനും അതുപോലെ തന്നെ ആ മോനും ആ കുടുംബാംഗങ്ങൾക്കെല്ലാം ക്ഷമ നൽകട്ടെ എന്ന്. അതുപോലെ തന്നെ ഇനിയും അവരെ കുത്തിനോവിക്കാതിരിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ കുത്തിനോവിക്കാതിരിക്കുക. അവരുടെ പാട്ടിന് വിടുക. സോഷ്യൽ മീഡിയയിൽ പല ന്യൂസുകളും പിന്നെയും കണ്ടു. ഓരോ യൂട്യൂബേഴ്സ് ഇടുന്നത് കണ്ടു. എന്തിനാണ് ഇനി അവരെ വെറുതെ വിടുക? എന്തായാലും അർജുൻ പോയി, ഇനി എന്ത് പറഞ്ഞാലും അവന് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇനി ആ കുടുംബത്തിന് വേട്ടയാടാതിരിക്കുക, അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ. അർജുൻ്റെ വൈഫിനൊരു ജോലി കൊടുത്തിട്ടുണ്ട്. ആ ജോലിയായിട്ട് ആ സഹോദരിക്ക് മുന്നോട്ട് പോകാൻ കരുത്ത് നൽകട്ടെ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ക്ലിപ്പും കൂടെ കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. കരച്ചിലുകൾ വരുന്നുണ്ട്. അമ്മ, അനുജത്തിമാർ, ആ കരച്ചിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഏതൊരു വീട്ടിലും ഈ നിമിഷങ്ങളിൽ കേൾക്കുന്നൊരു കരച്ചിലിനും അപ്പുറം എനിക്ക് തോന്നുന്നു സാനിയോ, ഈ കരച്ചിലിന് വല്ലാത്തൊരു ആഴമുണ്ട്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നാട് കാത്തിരുന്നിട്ട് ഒടുവിൽ അർജുൻ തിരികെ എത്തുമ്പോൾ അവർ കരയുമ്പോൾ വല്ലാത്തൊരു ആഴം ആ കരച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 70 ദിവസമായി ഇവർക്കെല്ലാവർക്കും അറിയാം അർജുൻ ഇനി ജീവനോടെ തിരിച്ചു വരില്ല. അർജുൻ ഇനി തിരികെ വരുന്നത് ചേതനയേറ്റ ശരീരമായി വരും എന്നുള്ളത് എല്ലാവർക്കും നല്ല നിശ്ചയമുള്ള കാര്യമാണ്. നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ആ അമ്മ ഇടറാതെ പിടിച്ചു നിന്നതും നമ്മൾ കണ്ടു. കണ്ണീരണിഞ്ഞാണെങ്കിലും ആ അമ്മ നമ്മളോട് സംസാരിക്കുമ്പോൾ നിയന്ത്രണം വിടാതെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുകയായിരുന്നു ആ അമ്മയും കൃഷ്ണയും അഞ്ജുവും ഒക്കെ. പലപ്പോഴും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് മനസ്സൊന്ന് പതറാതെ വരെ നിൽക്കുന്നത്. പക്ഷേ അതെല്ലാം ഇനി ഈ നിമിഷം അർജുനും ആ കുടുംബവും തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും
ഇത്രയധികം നമ്മളെ ആകെ വേദനിപ്പിച്ച ഒരു വിടവാങ്ങൽ ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് തന്നെ ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ആ അമ്മയുടെയും സഹോദരങ്ങളുടെയും സങ്കടം എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വലിയ സങ്കടമാണ്. ഒരു അമ്മയ്ക്കിപ്പോൾ അവിടെ മനാഫ് അടക്കമുള്ളവരുണ്ട്, ഈശ്വർ മാൽപ്പയുണ്ട്, സതീഷ് കൃഷ്ണസേയിലുണ്ട്, മന്ത്രി AK ശശീന്ദ്രനുണ്ട്, ഷാഫി പറമ്പിൽ MLA, T സിദ്ദീഖ് MLA, KK രമ MLA തുടങ്ങിയവരെല്ലാവരും, മഞ്ചേശ്വരം MLA, AK അഷ്റഫ് MP, MK രാഘവൻ, ഇവരെല്ലാവരും ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. കണ്ണ് നിറയാതെ നമുക്ക് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ല. പക്ഷേ അതിലും വല്ലാതെ കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച് ആ കുഞ്ഞ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക. ആ കാഴ്ച പകർത്തേണ്ടതില്ല എന്ന് നമ്മളെല്ലാവരും തീരുമാനിക്കായിരുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞൊരു പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ തൻ്റെ അച്ഛനൊരു നാട് കൊടുത്ത യാത്രാമൊഴി അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ആളുകളാണ് അർജുനെ കാണാൻ വന്നിരിക്കുന്നത് എന്നല്ലേ. അപ്പോൾ അത്രയും ആളുകളുടെ മനസ്സിൽ അർജുൻ്റെ സ്ഥാനം ഒന്ന് ചിന്തിച്ച് നോക്കും. ഈ ഒരു ഭാഗ്യമൊന്നും ആർക്കും ലഭിക്കില്ല. അർജുൻ, നിനക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചു. എന്നിരുന്നാലും ഇത്രയും ജനങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ കുഞ്ഞു മനസ്സുകളുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ എന്താ പറയുക, ജാതിഭേദമന്യേ എല്ലാവരുടെ പ്രാർത്ഥനയും അർജുൻ നിനക്കുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ആരും ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒന്നും ഒരു ഇതും പറയാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അർജുൻ്റെ ഇത് ബോഡി ലഭിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. അതുപോലെ തന്നെ അർജുൻ്റെ ബോഡി ലഭിക്കാനല്ല, അർജുൻ്റെ ജീവനോട് ലഭിക്കാനാണ് എല്ലാവരും പ്രാർത്ഥിച്ചതും ആശിച്ചതും. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു, ഇങ്ങനെ ലഭിക്കാനാണ് യോഗം. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അർജുൻ എന്തായാലും പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. അർജുൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ ആ സഹോദരിക്ക് ക്ഷമ നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ ആ കുഞ്ഞ് ഇനിയൊരു കുഞ്ഞാണ്, ആ കുഞ്ഞിൻ്റെ ഭാവി, അതെല്ലാം ആ കുഞ്ഞിന് ഇനിയും അതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള അത് ദൈവം കൊടുക്കട്ടെ. എന്ത് തന്നെയാണെങ്കിലും അർജുൻ ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും നമ്മുടെ കൂടെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ കൂടെ ഒരാളായി, നമ്മുടെ ഒരു കൂടപ്പിറപ്പായി എന്നും അർജുൻ അവശേഷിക്കും. എന്തായാലും ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ഒരു പുഞ്ചിരിച്ച മുഖം, അർജുനിൻ്റെ ആ ഒരു മുഖം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രയും ഇതായിട്ടുള്ളൊരു തന്നെയാണ്. അതുപോലെ തന്നെ ആ വീഡിയോസുകളും അർജുൻ അവസാനമായി അയച്ചു കൊടുത്ത വീഡിയോസുകളും കാര്യങ്ങളും അതെല്ലാം കാണുമ്പോൾ ഇപ്പോഴും നൊമ്പരമായി തന്നെ അർജുൻ നമ്മുടെ എല്ലാ മനസ്സുകളിൽ അവശേഷിക്കും. എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക ഇത്. എന്താ പറയുക, ഇനി മുന്നോട്ട് പോകാനുള്ള ക്ഷമയും ത്രാണിയെല്ലാം ആ കുടുംബത്തിന് കൊടുക്കട്ടെ. അവർ കുട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ആ കുട്ടൻ അവസാനമായി വീട്ടിലെത്തിച്ചേർന്നു, ഒരു പിടി ചാരം മാത്രമായി അവശേഷിക്കാൻ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് അവരുടെ കുടുംബത്തോടൊപ്പം നമുക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. ഈ ഒരു അവസരത്തിൽ നമുക്ക് അത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ആ ഒരു ബോഡിയെങ്കിലും തിരിച്ച് കിട്ടിയല്ലോ എന്നൊരു ആശ്വാസത്തിൽ നമുക്ക് ആശ്വസിക്കാം. അത്രമാത്രം ഈ ഒരു അവസരത്തിൽ എനിക്കും പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.